ഹലോ, ഇന്ന് നമുക്കൊരു ഉന്നക്കായ ഉണ്ടാക്കിയില്ല. എൻ്റെ അടുത്ത് കുറേ ആയിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഉന്നക്കായ ഉണ്ടാക്കി തരുമോ, ഉന്നക്കായ ഉണ്ടാക്കി തരുമോ. ഞാൻ ഇതുവരെയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുത്തേക്കാം. അപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ. മേങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. എന്തായാലും നമുക്ക് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ. ഓവറായിട്ട് പഴുത്തും പോകരുത്. ഈ ഒരു പരുവത്തിനുള്ള പഴം വേണം. അത് മുറിച്ചിട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇത് പഴമൊക്കെ ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാനിൽ നെയ്യ് ഇട്ടെടുക്കാം. ഞാൻ ബട്ടറാണ് ഇട്ടെടുത്ത്, നെയ്യില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. ഞാൻ അവിടെ ബദാം, കുറച്ച് ഈത്തപ്പഴം, വാൾനട്ട് ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇടാം, എന്ത് വേണോ ഇടാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വേണം. അത് കുറച്ച് ഒരു 2 പിടി ഞാൻ എടുത്തിട്ടുണ്ട് ഇടാം. ഇനി നമുക്ക് അതെല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഈ തേങ്ങയൊക്കെ സോട്ടായിട്ട് നല്ല മണം വന്നു തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പഴയില്ല, അത് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ ഉടച്ചെടുക്കണം. എന്നിട്ട് കയ്യിൽ നല്ലപോലെ എണ്ണ തടകിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട്, ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പരത്തി അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് മടക്കി ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ കളർ മാറാൻ വേണ്ടി മാത്രം ഫ്രൈ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ കളർ ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് ഏതൊരു കളറിലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. അപ്പോഴത്തേക്ക് ഉന്നക്കായ ഇവിടെ സെറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആൾക്കിത് കൊടുത്തു വിടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.